നമ്മളിത് ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ആംപ്ലിഫയർ, അതൊരു കാസറ്റ് ഡെക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പം ഇത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, കൈയോടെ ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ. അപ്പം ഇത് അൺബോക്സ് ചെയ്തിട്ട് പറയാം. അപ്പം എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് സാട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ഡാബ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അപ്പം പല സെല്ലേഴ്സാണ് ഇത് വിൽക്കുന്നത്, പല പേരിലാണ് വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നോക്കാം. അതിനകത്ത് ഇതിൻ്റെ കവറ് കാർ USB പ്ലെയർ എന്നാണ് കിടക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് വരുന്നത് ആംപ്ലിഫയറിൻ്റെ ബോർഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമുക്ക് ഇതാണ് ബോക്സ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, ആംപ്ലിഫയറിൻ്റെ ബോർഡ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ വാങ്ങിച്ച ഐറ്റം തന്നെയാണ്. പക്ഷേ കവർ വന്നിരിക്കുന്നത് കാർ USB പ്ലെയർ, മൾട്ടിമീഡിയ പ്ലെയർ എന്ന പ്രോഡക്റ്റിൻ്റെ ഈ ഒരു മൾട്ടിമീഡിയ പ്ലെയർ, അതായത് കാർ ആംപ്ലിഫയറിൻ്റെ ബോക്സിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ആംപ്ലിഫയറിൻ്റെ ബോർഡും കാണിച്ചിട്ടുണ്ട്. ഇവരെന്താ ഉദ്ദേശിക്കുന്ന സംഭവം മനസ്സിലായിട്ടില്ല. ഇതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആംപ്ലിഫയറിൻ്റെ ബോർഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. 2N3773 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള BT ബോർഡ് ഉൾപ്പെടെയുള്ള ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് പറ്റുമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ അവർ പൊതിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്, അതുകൊണ്ടാണ് ഈ ഭയങ്കര വായനയുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ബോർഡ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച തന്നെ ഡാബിൻ്റെ തന്നെ സ്റ്റിക്കറുണ്ട്. ഓക്കെ, അപ്പം ഇവർ നോക്കുകയാണെങ്കിൽ 2N3773 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ML എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. അത് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നമുക്ക് കവറൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇവരുടെ കൊടുത്തിരിക്കുന്നത് 3055 ആണ്. 260 വാട്ട്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി 3773 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ സെയിം സർക്യൂട്ടിൽ നമുക്ക് ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാം. 3773 അതുപോലെ തന്നെ 5200 ഉപയോഗിക്കാം, 3055 ഉപയോഗിക്കാം. അത് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് വർക്കിംഗ് വോൾട്ടേജ് മാറ്റി കൊടുക്കണം എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എന്തായാലും നല്ലൊരു മണമൊക്കെ ഉണ്ട്, ഒരു വല്ലാത്തൊരു മണം. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് bass-treble സെക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ 5 വോൾട്ട് സപ്ലൈ വരുന്നുണ്ട്. നമുക്ക് 7805 ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. 7805 അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് 7812 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12 വോൾട്ട് DC ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അതേപോലെ തന്നെ 5 വോൾട്ട് DC നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. 12 വോൾട്ട് എടുത്തിരിക്കുന്നത് അവർ ഈ 5 വോൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് 12 വോൾട്ട് എടുത്തിരിക്കുന്നത്, 12 വോൾട്ട് ആക്കിയിട്ടുള്ളത്. കാരണം നമുക്ക് ഇതിനകത്തുള്ള പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 12 വോൾട്ട് കൊടുക്കാം, അതായത് 12 കൊടുക്കാം, 18 കൊടുക്കാം, 20 കൊടുക്കാം, 24 കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത് 35 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. നമുക്കിപ്പോൾ കപ്പാസിറ്റർ മാറ്റി നമ്മളൊരു 50 വോൾട്ട് ഒരു 4700 mF കപ്പാസിറ്റർ നമ്മൾ മാറ്റിയിട്ട് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വോൾട്ടിലുള്ള ട്രാൻസ്ഫോമർ കൊടുക്കാൻ പറ്റും. ഇത് ഈ ഒരു ട്രാൻസ്ഫോമർ, ഈ ഒരു ബോർഡ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ബോർഡ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഈ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുക. ഇതിലിപ്പോൾ കറൻ്റ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റിയത് 12 വോൾട്ടോ അല്ലെങ്കിൽ 18 വോൾട്ടാണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 24 ഒക്കെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 50 വോൾട്ടിൻ്റെ ഒക്കെ കപ്പാസിറ്റർ മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ എത്ര ട്രാൻസ്ഫോമറാണോ ഇടുന്നത് അതിനനുസരിച്ചുള്ള കപ്പാസിറ്റർ നമ്മൾ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് കപ്പാസിറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഈ കപ്പാസിറ്റർ ബേണായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് കവറിൽ വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർഡിലേക്ക് ഡീറ്റെയിലോട്ട് വരാം. അപ്പോൾ ഇതാണ് ബോർഡ്. 4 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. 2 ട്രാൻസിസ്റ്റർ പെയർ ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനലിലും മറ്റേത് പെയർ ചെയ്ത് മറ്റേ ചാനലിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹീറ്റ് സിങ്ക് ആണെങ്കിൽ നമുക്ക് ഇളക്കി ബാക്കിൽ ആംപ്ലിഫയറിൽ ബാക്കിൽ വേറെ ഹീറ്റ് സിങ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിബിൾ ബേസ്, അത് ഒരു ചാനലിൻ്റെ ബേസിന് 2 ചാനലിൻ്റെ ബേസിന് ഒരു വോളിയം കൺട്രോൾ, ഒരു 100K ഒരു വോളിയം കൺട്രോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് ട്രിബിളിൻ്റെ ആണ്. പിന്നെ ഇത് ബേസിൻ്റെ 2 ചാനലിൻ്റെ ഒരുമിച്ചായിട്ട് ഒരു
വോളിയം കൺട്രോൾ അവിടെ ഇട്ടിട്ടുണ്ട്, അത് 100K ആണ്. പിന്നെ മെയിൻ വോളിയം രണ്ടിൻ്റെയും മാസ്റ്റർ വോളിയത്തിന് വേണ്ടിയിട്ട് ഒരു വോളിയം കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ബാലൻസ് വോളിയം കൺട്രോളും അവരിട്ടിട്ടുണ്ട്. അതും ഒരു 100Kയുടെ വോളിയം കൺട്രോളാണ് അവരിട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് നമുക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പണിയില്ല. നമ്മൾ ഈ ഒരു വയർ, ഈ കാണുന്ന 3 വയർ നമ്മുടെ പവർ സപ്ലൈ കൊടുക്കുക, ഇവിടെ 5 വോൾട്ട് നമ്മുടെ USB മൊഡ്യൂളിലേക്ക് കുത്തി വെക്കുക, ഓഡിയോ ഇൻപുട്ട് കിട്ടാനായിട്ട് അവിടെയും USB മൊഡ്യൂളിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്ക് കുത്തി വെക്കുക. പരിപാടി കഴിഞ്ഞു. സ്പീക്കറിൻ്റെ കണക്ഷൻ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ചാനലിലെ സ്പീക്കർ ഇവിടെ കൊടുക്കുക, ഈ ചാനലിലെ സ്പീക്കർ ഇവിടെ കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. bass-treble എല്ലാം പവർ സപ്ലൈ ഉൾപ്പെടെയായിട്ടൊരു ബോർഡ് നമുക്ക് കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 650 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്. പല വിലയിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. 3055ൻ്റെ ബോർഡ് ഇപ്പോൾ കിട്ടാനില്ല, സ്റ്റോക്ക് കാണുന്നില്ല. 3073ൻ്റെ ബോർഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് വളരെ സിമ്പിളെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഇത് നമ്മുടെ ഓഡിയോ ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് ഈ ഭാഗത്തായിട്ട്, ഇത് പഴയ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ആണെങ്കിൽ ഞാൻ വേറൊരു ബോർഡ് എടുക്കാം. ഓക്കെ, ഇതൊരു പുതിയ ബോർഡാണ്. അപ്പം ഇവിടെ നമുക്ക് 5 വോൾട്ട് വരുന്നുണ്ട്. ഈ 5 വോൾട്ട് നമ്മൾ ഡയറക്റ്റ് ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് 5 വോൾട്ട് കൊടുക്കുന്നു. ഓഡിയോ ഇൻപുട്ട് നമ്മൾ ഇവിടെയാണ് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത്. അത് നമ്മൾ ഈ ബോർഡിൻ്റെ ബാക്കിലായിട്ട് നോക്കുക, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. അപ്പം ഈ അറ്റത്തെ 3 എണ്ണമാണ്, ലാസ്റ്റ് വരുന്ന 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന 3 എണ്ണത്തിലേക്ക് നമ്മളിത് കണക്ട് ചെയ്യുക. ഇപ്പുറത്തേക്കായി പോരുത്, ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെഗ് അധികം കിടക്കുന്നത് നമ്മുടെ ആൻറ്റിനയുടെ ആയിരിക്കും. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓഡിയോ ഇൻപുട്ടിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് ഈ വോളിയം കൺട്രോൾ നമ്മുടെ ക്യാബിനിലേക്ക് പിടിപ്പിച്ചാൽ മാത്രം മതി. സോൾഡറിങ്ങിൻ്റെ ഒരു പരിപാടിയില്ല. പിന്നുള്ളത് പവർ സപ്ലൈ ആണ്. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന അറ്റത്ത് രണ്ടത് വരുന്നത് പ്ലസ് മൈനസ് AC ഇൻപുട്ട്, നടുക്ക് സെൻറ്റർ ടാപ്പിംഗ് നെഗറ്റീവ്. അത് ഡയറക്റ്റ് ട്രാൻസ്ഫോമർ എന്നുള്ള ഇൻപുട്ട് കൊടുക്കുക. അപ്പം 12 വോൾട്ട് ആണെങ്കിൽ 12 0 12 അല്ലെങ്കിൽ 18 0 18 അല്ലെങ്കിൽ 20 0 20 അല്ലെങ്കിൽ 24 0 20. 5 ആംപിയർ വരെ കൊടുക്കാം. 5 ആംപിയർ കൂടുതൽ കൊടുക്കാം, പക്ഷേ 5 ആംപിയർ ആയിരിക്കും ബെറ്റർ. കാരണം ഒരുപാട് ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ആകും തോറും നമുക്ക് പെർഫോമൻസ് കൂടും. അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ടിൻ്റെ രീതി. ഈ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഈ ഒരു ബോർഡിൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ സ്പീക്കറിന് കണക്ഷൻ കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക. ഒരു ആംപ്ലിഫയർ അസംബ്ലിങ്ങിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബോർഡാണ് എനിക്ക് തോന്നിയത്. ഇത്രയും വിലക്കുറവിൽ നമുക്ക് കിട്ടിയൊരു ബോർഡാണ് 650 രൂപയ്ക്ക്. കാരണം നമ്മൾ സാധാരണ ഒരു ബോർഡ്, ഇപ്പം ഞാൻ ഈ ഒരു ആംപ്ലിഫയർ നമ്മുടെ സ്വന്തം ആംപ്ലിഫയർ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ബോർഡിന് മാത്രമായത് 700 രൂപയാണ്. അത് പവർ സപ്ലൈ ഇല്ല, DC ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. പവർ സപ്ലൈ ഇല്ല, അതുപോലെ തന്നെ BT സെക്ഷൻ ഇല്ല. ആ ബോർഡിനായത് എനിക്ക് 750 രൂപയാണ്. പക്ഷേ ഈ ഒരു ബോർഡിനാവുന്നത് ഒരു 650 രൂപ. അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ സെക്ഷൻസും ഇതിനകത്ത് ഇൻബിൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ട്രാൻസ്ഫോമർ ഇപ്പോൾ വന്നിട്ടില്ല, നമ്മൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. ട്രാൻസ്ഫോമർ വരുമ്പോൾ അതിൻ്റെ ആ ട്രാൻസ്ഫോമറിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് വീഡിയോയിൽ കാണിക്കാം. 24 5 ആംപിയർ ട്രാൻസ്ഫോമറാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കപ്പാസിറ്റർ എന്തായാലും മാറ്റി കുറച്ചുകൂടി വോൾട്ടുള്ള കപ്പാസിറ്റർ നമ്മൾ ഇടും. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, കപ്പാസിറ്റർ ബേണായി പോകുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കപ്പാസിറ്റർ എന്തായാലും മാറ്റും. അപ്പോൾ അതിന് ആ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കാണിക്കും, വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കും. അപ്പം എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഇതിനകത്ത് കിട്ടും. കാരണം ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നല്ല വോക്കൽ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി. നമ്മളിത് ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ആംപ്ലിഫയർ, അതൊരു കാസറ്റ് ഡെക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ബോർഡ് വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വോക്കൽ ക്വാളിറ്റി അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ബോർഡുകൾ നോക്കാതെ, പിന്നെ പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി ഒരു STK ആംപ്ലിഫയർ ഉണ്ട്, അതുകൊണ്ട് STK നോക്കാതെ ഈ ഒരു ബോർഡിലേക്ക് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ ഇല്ലാത്തൊരു ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ബോർഡ് ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ബോർഡാണ്. കാരണം ഇതിൽ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 12 വോൾട്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ പോലും നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. 5 കുറവാകുന്നേ ഉള്ളൂ. അതിൻ്റെ വർക്കിംഗ് വോൾട്ട് 12 വോൾട്ട് തൊട്ട് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇത് അഹൂജയുടെ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് മീൻസ് 40 SMൽ വരുന്ന സർക്യൂട്ട് ആണെങ്കിൽ 40 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരുന്നത് 12 0 12 18 0 18 അതുപോലെ തന്നെ 24 0 24 ഇത്രയും ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു ഫിൽട്ടർ സെക്ഷനിൽ നമുക്ക് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 35 വോൾട്ട് 50 വോൾട്ട് വരെ 40 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഡീറ്റെയിലായിട്ട് അറിയത്തില്ല.
അപ്പോൾ ഇത് നിങ്ങളൊരു ആംപ്ലിഫയർ അസംബ്ലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോർഡാണിത്. ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ബോർഡാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. അപ്പം ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കാണുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഉടനെ നമ്മളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ പറയാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.